ഹലോ, എലിയല്ലേ ഇത്? പാട്ടൊക്കെ പാട്. അതെ എലിയാണ്. ഒന്നൊന്ന് എലി ഒരു കാര്യം പറയണ്ടായിരുന്നു. ഓക്കെ ബ്രോ. ഒരു നശിച്ചവനെ പ്രണയിച്ച് ഒരു കാമക്കണ്ണനായിരുന്നു പണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടാ തിരിച്ചറിഞ്ഞത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ ആ പന്നിപ്പുണ്ടച്ചി അങ്ങനെ തുരത്തിനാണെന്ന്. നീ അല്ലേ അപ്പൊ അവന്റെ പുറകെ പോയത്? അല്ല പരിന്ത് പോയതൊക്കെ കേട്ട് പോയാ ജീവിതം ബ്രോ. അവന്റെ താടി കണ്ടിട്ടുണ്ടോ നിങ്ങള്? ബ്രോ താടി കണ്ടിട്ടുണ്ടോ ബ്രോ? ഇവളോട് സംസാരിക്കാത്ത പാസത്തിന്റെ അല്ല, ഇത് എന്നെ അനൗൺസ്മെന്റാ. അടുത്ത വണ്ടി ശബരിമല വഴി, കോട്ടയം വഴി, പത്തനംതിട്ട വഴി. ഇങ്ങനെയാണ് ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്യണേ. സ്റ്റെപ്പിൽ കയറി വരുന്നതാ എല്ലാം അവിടെ ഉണ്ട്. അത്രയും സൗണ്ട് ഇട്ടിട്ട് പെട്ടെന്ന് അവന്റെ സൗണ്ട് കേൾക്കുമ്പോ എന്തോ പോലെ. ഹലോ, എലിയല്ലേ ഇത്? പാട്ടൊക്കെ പാട്. അതെ എലിയാണ്. ഒന്നൊന്ന് എലി ഒരു കാര്യം പറയണ്ടായിരുന്നു. ഓക്കെ ബ്രോ. എന്താ ബ്രോ? വല്ല കൊരണ്ടി വല്ല കാലിന്റെ അടിയിൽ ഫിറ്റ് ചെയ്യുന്ന സർജറി ഉണ്ടായിരുന്നോ? അത് പെൺകുട്ടികളായ എങ്ങനെയാണ് ബ്രോ നീളമൊക്കെ കാണാൻ? നിങ്ങളെ പോലെ നീളം കുറഞ്ഞ ഞങ്ങളുടെ കുഴപ്പമാണ് ബ്രോ. കാലില് 2 കിലോമീറ്റർ ഉണ്ടല്ലോ താഴോട്ട് ചെരുപ്പിന്റെ അറ്റം. ഇങ്ങനെയാണ് നീളം വെച്ചത്? ഇത്ര നീളം കൊണ്ടുവരാൻ ഇത് സർജറി അല്ല ചെയ്ത് പിടിപ്പിച്ചേക്കാണോ അതോ അല്ലാതെ ഇടുന്നതാണോ? ബ്രോ കറണ്ട് ഗേൾഫ്രണ്ടിന് നീളമില്ലെന്ന് പറഞ്ഞിട്ട് അന്യ പെൺകുട്ടികളായിട്ട് കമ്പയർ. കറണ്ട് ഗേൾഫ്രണ്ട് ഇല്ലല്ലോ എനിക്ക് ഗേൾഫ്രണ്ട് ഒക്കെ നമ്മള് സമയമാകുമ്പോ സെറ്റ് ചെയ്തോളാം. ഒരു നശിച്ചവനെ പ്രണയിച്ച് ഒരു കാമക്കണ്ണനായിരുന്നു പണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടാ തിരിച്ചറിഞ്ഞത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ ആ പന്നിപ്പുണ്ടച്ചി അങ്ങനെ തുരത്തിനാണെന്ന്. നീ അല്ലേ അപ്പൊ അവന്റെ പുറകെ പോയത്? അല്ല പരിന്ത് പറയാം. നീ അല്ലേ അന്നേരം അവന്റെ പുറകെ പോയത്? എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. ഒന്ന് മിണ്ടായിരിക്കും. ഞാൻ ചെറുക്കന്റെ പാട്ടൊന്ന് കേട്ടോട്ടെ. പേര് നിനക്ക് പിന്നെ പറ. നീ അത് ഒരു റേഡിയോ കിടന്ന് പാടുന്ന കേട്ടോ. നീ അത് ഇരുന്ന് കേട്ടെ. ഇതൊക്കെ കേട്ട് പോയാ ജീവിതം എന്നിട്ട് ആ തോണിയില് മുക്കിക്കൊള്ളാനല്ലേ എനിക്കറിയാം. ഇവളോട് സംസാരിക്കാത്ത സ്പോട്ടിഫൈ പ്രീമിയം ഉണ്ടായിരുന്നു. സബ്സ്ക്രിപ്ഷൻ തീർന്നു പോയിട്ടാ. സബ്സ്ക്രിപ്ഷൻ തീർന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇതൊക്കെ വീട്ടിൽ ഇരുന്ന് കേട്ടാനെ. ആ ചെറുക്കന് നല്ല കാണാൻ കൊള്ളാവുന്ന നല്ലൊരു ഗേൾഫ്രണ്ട് ഉണ്ട്. നിന്നെ പോലത്തെ വയസ്സിയൊക്കെ കെട്ടി വീട്ടിൽ കൊണ്ടുപോയി ആവശ്യം അവരുണ്ടോ? പിന്നെ ബ്രോ അവന്റെ താടി കണ്ടിട്ടുണ്ടോ നിങ്ങള്? ബ്രോ താടി കണ്ടിട്ടുണ്ടോ ബ്രോ? താടിയിൽ എന്ത് കാര്യം? എനിക്ക് താടി ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഡെയിലി ഷേവാ. എന്റെ പേര് പരന്തോസ്. സാറിന്റെ പേരെന്താ? താങ്ക് യു സാർ. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ് സാർ. താങ്ക് യു. എന്താണ് മാർക്കോ? എന്തൊക്കെ സാധിക്കാനുണ്ടല്ലോ വാസുവിനെ കൊണ്ട്. പറയൂ. കോംപ്ലിമെന്റ് സാർ. താങ്ക് യു. അതെ ഞാൻ ചോദിക്കുന്നത് സ്കൂൾ എപ്പോഴാണ് തുറക്കുക? എന്റെ പിള്ളേരെ പഠിപ്പിക്കാൻ വിടണം. താങ്ക് യു സോ മച്ച് സാർ. ന്യൂ ബിസിനസ്. താങ്ക് യു. ഫാമിലി ബിസിനസ് അല്ലേ? ഫാമിലി ബിസിനസ്. സാർ നിങ്ങളുടെ ഗവൺമെന്റ് വണ്ടികളൊക്കെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് അടിക്കണം കേട്ടോ. ഇങ്ങറ്റം വരെ വരുന്നത് നോക്കാം. ഇതുവഴി വരികയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ അടിക്കും. ഓക്കെ സാർ. 50%. ഞാൻ എക്സാമ്പിൾ പറഞ്ഞ സാറ് ഇപ്പൊ മുതുക്കിൽ നിൽക്കുക. മുതുക്കിന്ന് സാർ അവിടുന്ന് ഓടി ഇവിടെ വന്ന് അടിച്ചിട്ട് പൈസ കൊടുത്താൽ പോലും അത്രയും ഇത് വരത്തില്ല. മനസ്സിലായി? എന്നാലും ലാഭം.
നമ്മൾ ഇവിടെ വന്ന് അടിക്കത്തുള്ളൂ, വേറെ എവിടെയും പോകത്തില്ല. കൺഗ്രാജുലേഷൻ. അത്ര താങ്ക് യു. അപ്പൊ സാറെ പോയിട്ട് കാണാം. ഓക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഞങ്ങള് ഓക്കെ ഇറങ്ങടാ. ഓക്കെ സാർ ഓക്കെ സാർ. കാര്യം നടക്കണം. വാസവണ്ണ ഓ എടാ ഇപ്പൊ വരാവേ. ചന്ദ്ര എവിടെ? വിഷയം ഇവനെ ഞാൻ ഇതിനു മുമ്പ് കൊണ്ടുവന്ന് പഠിപ്പിച്ചിട്ടുള്ളതാ. അത് നീ എക്സ്ക്ലൂസീവ് ആക്കണ്ട. എന്താണ് ഞാൻ ഒരു കാര്യം പറയട്ടെ? നീ വന്നേ സൂര്യബോസ്. സൂര്യ ഇങ്ങോ വെളിയിലോട്ട് വാ. സൂര്യ നിന്നെ കാണുന്നില്ലല്ലോ. എവിടെ കാണാവോ? ഇനി മയക്കെടുത്താ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കുവേ. പാസത്തിന്റെ അല്ല, ഇത് എന്നെ അനൗൺസ്മെന്റാ. ഇത് വന്ന് ബസ് സ്റ്റാൻഡ് അനൗൺസ്മെന്റ്. അടുത്ത വണ്ടി ശബരിമല വഴി, കോട്ടയം വഴി, പത്തനംതിട്ട വഴി. ഇങ്ങനെയാണ് ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്യണേ. ചിരിക്കണ നീ. ഇതാണ് ഹോസ്റ്റ്. ഇനി മൈക്ക് തൊട്ടോട്ടല്ല. പി എൽ അടിച്ചേട്ടാ, പി എൽ അടിച്ച് കളഞ്ഞേ. പി എൽ അടിച്ചേ. ചന്ദ്ര ചന്ദ്ര മിസ്റ്റർ എക്സ് ലൂസിയ. പറ്റും അടിച്ചാൽ മതി. ലൂസിയ കേട്ടില്ല കേട്ടോ. അത് തന്നെ ലൂസിയ. ലൂസിയ കേക്കാവോ? ഹലോ ഒന്നും കൂടെ വന്നേ. ഡ്യൂട്ടിയിലായിരുന്നല്ലേ? ഇതൊരു പരിപാടിയായിട്ട് നടത്താന്ന് വിചാരിച്ച നടത്തില്ല. ചന്ദ്രന്റെ സെറ്റപ്പാ, ലോക്കൽ സെറ്റപ്പാ. കണ്ടെത്താൻ അറിഞ്ഞൂടെ? ഇത്രയും ഒരു പമ്പോക്സ് എന്ന് പറയുമ്പോൾ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആണോ? നല്ല പരിപാടിയായിരുന്നല്ലേ? ഓക്കെ. നല്ല പരിപാടിയായിരുന്നു. നമ്മൾ തന്നെ മുന്നിട്ട് നിന്ന് എല്ലാം ചെയ്തതാ. ഇന്നലെ തൊട്ട് രാത്രി ഉറങ്ങിയിട്ടില്ല, ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. ഭയങ്കര പണിയായിരുന്നു. പിന്നെ ഇതിന്റെ പുറകത്തിന്റെ അണ്ണ സിമാറ്റിക്സ് പോയിടുവാ.